ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, കരഞ്ഞ ബഹളം വെക്കല്ലേ. ഞാൻ ആകെ കൈവിട്ട് നിൽക്കുക. എനിക്ക് വയ്യടാ, എനിക്ക് പറ്റത്തില്ല. എന്താ എന്ത് പറ്റി? അർച്ചന മോള്. അച്ഛൻ ആരോട് ചോദിച്ചിട്ടാ കട്ടിലിൽ നിന്ന് എണീറ്റത്? ബി വല്ലാതെ കൂടിയിരിക്കുക. റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞതല്ലേ ഞാൻ. അതാണോ ഇപ്പൊ വലിയ കാര്യം? അർച്ചനയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ആരെങ്കിലും ഒന്ന് പോയി അന്വേഷിക്കാം. ഇല്ല, അതെന്റെ അർച്ചന മോളും കുഞ്ഞും ആയിരിക്കില്ല. അതവരല്ല. എന്നാലും എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ അവിടെ വരെ ഒന്ന് പോണം. അത് അവരല്ലെന്ന് ഉറപ്പുവരുത്തണം. ഒരു വണ്ടി വിളിക്ക്. ആരെങ്കിലും എന്റെ കൂടെ ഒന്ന് വാ. ഈ വയ്യാത്ത അവസ്ഥയിൽ അച്ഛൻ എവിടേക്കും പോണ്ട. ആദ്യം അനൂപിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ അനൂപേട്ടനും അമ്മയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. അവിടെ എത്തിയ ഉടനെ അവര് വിളിക്കും. ഇതൊന്നും സച്ചി അറിയിക്കണ്ടേ? അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അവനോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. അത് സത്യം തന്നെയാ. എന്ന് വെച്ച് അവനങ്ങനെ ഒറ്റ ബുദ്ധിക്ക് ഇറങ്ങി പോകാൻ പാടുണ്ടോ? അച്ഛനൊന്നും ആലോചിച്ചു കൂട്ടണ്ട. അർച്ചനയുടെ അടുത്തേക്ക് ഒന്നും പറ്റില്ല. അച്ഛനൊന്ന് സമാധാനമായിട്ടിരുന്നാ മതി. മതി എന്നെ സമാധാനിപ്പിച്ചത്. നീ സച്ചി ഒന്ന് വിളിക്കുന്നുണ്ടോ? വേഗം വിളിച്ചിട്ട് അവനോടൊന്ന് ആശുപത്രിയിലേക്ക് ചെല്ലാൻ പറ. വേഗം വിളിക്കുന്നുണ്ട്. എന്തായി, കിട്ടുന്നുണ്ടോ? അച്ഛാ, കോള് കണക്ട് ആവുന്നില്ല. അല്ലെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ച ആരെയും കിട്ടില്ല. നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. റിങ്ങുണ്ട്. സച്ചിയും എടുക്കുന്നില്ല. സച്ചേട്ടൻ പിണക്കം കൊണ്ട് മനഃപൂർവ്വം എടുക്കാതിരിക്കുന്നതാ. അവനെന്തിനാ മനഃപൂർവ്വം എടുക്കാതിരിക്കുന്നത്? ഞാൻ അവനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞുകൊണ്ടാണോ? ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്നതല്ലേ? അവന്റെ കയ്യിലെ കുഴപ്പം കൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത്. അപ്പൊ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ഇറങ്ങി പോവാണോ വേണ്ടത്? അവനെ കിട്ടിയില്ലെങ്കിൽ വേണ്ട, നന്ദനെ വിളിക്ക്, അല്ലെങ്കിൽ ധനുഷിനെ വിളിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഇനിയിപ്പോ ആരെയും കാത്തിരിക്കണ്ട, നമുക്ക് പോവാം. എന്നാ വേണ്ട, നിങ്ങൾ ആരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒരല്പസമയം കൂടി അച്ഛൻ ഒന്ന് ക്ഷമിക്ക്. അനുപേട്ടനും അമ്മ അവിടെ ചെന്നൊന്ന് നോക്കട്ടെ, എന്നിട്ട് അവര് വിളിക്കുമല്ലോ. അത് ശരിയാവില്ല. അങ്കിളെ പേടിക്കുന്നതൊക്കെ വെറുതെയാണെന്ന് അപ്പം മനസ്സിലാവും. അത് അർച്ചനേട്ടത്തി ആയിരിക്കില്ല അങ്കിളെ. വെറുതെ ഇങ്ങനെ ആദ്യം പിടിച്ച് അച്ഛനും എല്ലാം വരുത്തി വെച്ചാ അതിന്റെ നഷ്ടം ഞങ്ങൾക്കല്ലേ ഉള്ളൂ. ഞങ്ങളെ ഓർത്തെങ്കിലും അച്ഛനൊന്ന് ക്ഷമിക്ക്. അച്ഛൻ ഇരിക്ക. ഇരിക്കച്ച, ഇരിക്ക, അവര് വരും.
അമ്മേ വെറുതെ കരഞ്ഞു ബഹളം ഉണ്ടാക്കല്ലേ. എനിക്ക് കാണാൻ പറ്റില്ല രൂപ. എന്റെ കുഞ്ഞ് അമ്മേ ഇറങ്ങ. ബോഡി ഐഡന്റിഫൈ ചെയ്യാമെന്നതാണോ? അതെ. മരിച്ചയാളുടെ പേരെന്താ? സോറി, കാണാതായ ആളിന്റെ പേരെന്തെന്നാ ചോദിച്ചത്. അർച്ചന. എത്ര വയസ്സ് വരും? 27. വെളുത്ത നിറം ആണല്ലോ അല്ലേ? അതെ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ കുഞ്ഞ് കയ്യിലുണ്ടായിരുന്നു അല്ലേ? ആ ഉണ്ടായിരുന്നു. പോകുമ്പോ ബാഗ് വല്ലതും കയ്യിലുണ്ടായിരുന്നോ? അല്ല, ആക്സിഡന്റ് നടന്ന സ്ഥലത്തുനിന്ന് ഒരു ബാഗ് കണ്ടുകിട്ടിയിട്ടുണ്ട്. അത് മോർച്ചറിക്കകത്ത് വെച്ചിട്ടുണ്ട്. കരയണ്ട, ഞാൻ വിവരങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. മരിച്ചത് നിങ്ങളുടെ കുട്ടി തന്നെ ആവണമെന്നില്ല. വാ, ഞാൻ കാണിച്ചു തരാം. എനിക്ക് വയ്യട പോലെ. അമ്മേ കരഞ്ഞ് ബഹളം വയ്ക്കല്ലേ. ഞാനാകെ കൈവിട്ട് നിൽക്കുക. എനിക്ക് വയ്യട, എനിക്ക് പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യ്, അമ്മ ഇവിടെ നിൽക്ക്, ഞാൻ പോയൊന്ന് നോക്കിയിട്ട് വരാം. വേണ്ട, ഞാനും വരുന്നു. എനിക്ക് കാണണോടാ. അമ്മേ അത് അവളായിരിക്കില്ല. ആയിരിക്കില്ല, അവളായിരിക്കില്ല. ആ വാ.